എന്റെ ചെറുപ്പത്തിൽ അമ്മ ഒരു ഷർട്ട് എനിക്കായി വാങ്ങിയിരുന്നത് 4 വർഷത്തേക്കായിരുന്നു. അമ്മ 10 വർഷത്തിൽ കൂടുതൽ ഒരേ സാരി ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈടുനിൽപ്പിന്റെ സംസ്കാരമായിരുന്നു. അക്കാലം പോയി കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാം ഫാസ്റ്റ് ഫാഷന്റെ ഭാഗമായിരിക്കുന്നു. വസ്ത്രങ്ങൾ അധികകാലം ഈടുനിൽക്കാത്ത രീതിയിൽ ഉണ്ടാക്കി കൂടുതൽ വിൽക്കുക. അത് മാത്രമല്ല ഫാസ്റ്റ് ഫാഷൻ. അത് പ്രകൃതിക്കും തൊഴിൽ സംസ്കാരത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും സൃഷ്ടിക്കുന്ന വിപത്തുകളും അറിയണം. വീടിനുള്ളിൽ സൂചിയും നൂലും വെച്ചത് എവിടെയാണെന്ന് നമ്മുടെ അമ്മമാർ മറന്നുപോയ ഫാസ്റ്റ് ഫാഷൻ കാലത്തിലേക്ക് ആഴത്തിലിറങ്ങണം. ഫാസ്റ്റ് ഫാഷൻ ലോകം കീഴടക്കാൻ ആരംഭിച്ച കഥ പറഞ്ഞു തുടങ്ങുന്നത് വ്യവസായ വിപ്ലവം സംഭവിച്ച 1800കളിലാണ്. അന്ന് കുടുംബങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങുകയായിരുന്നില്ല, ഉണ്ടാക്കുകയായിരുന്നു. മാഞ്ചസ്റ്ററിലും അഹമ്മദാബാദിലും ബാലരാമപുരത്തും കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് നൂൽ നൂറ്റു. ഗ്രാമങ്ങളിലെ തയ്യൽക്കാർ അവയെ ലളിതമായി വെട്ടിത്തയ്ച്ച് വസ്ത്രങ്ങളുണ്ടാക്കി. അവ ഈടുനിന്നു. സൂചിയും നൂലും വസ്ത്രങ്ങളുടെ ആയുസ് പിന്നെയും കൂട്ടി. ശേഷമാണ് നീരാവി യന്ത്രങ്ങളും തറികളും വന്നത്. യന്ത്രവൽക്കരണത്തോടെ വസ്ത്ര ഉൽപാദനം കുതിച്ചുയർന്നു. 1846 ഏലിയസ് ഹോവ് തയ്യൽ മെഷീന് പേറ്റന്റ് നേടി. പിന്നീട് ഐസക് സിംഗർ തയ്യൽ മെഷീനെ സാധാരണക്കാർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തു. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഫാക്ടറികൾ മാസ് മാനുഫാക്ചറിംഗ് ആരംഭിച്ചു. വസ്ത്രം ഒരു കരകൗശലവേല എന്നതിന് പകരം ഉൽപ്പന്നമായി. ബ്രിട്ടനും സ്പെയിനുമെല്ലാം തങ്ങളുടെ കോളനികളിലേക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു. അങ്ങനെ യൂറോപ്യൻ വസ്ത്രങ്ങൾ ഇന്ത്യയിലുമെത്തി. യൂറോപ്പിൽ 1800കളുടെ അവസാനത്തോടെ വലിയ നഗരങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ആദ്യമായി റാക്കുകളിൽ എത്തിയത്. യന്ത്രത്തറികൾക്ക് ശേഷം അതായിരുന്നു രണ്ടാമത്തെ വിപ്ലവം. വിപ്ലവം എന്നതിനേക്കാൾ ആസക്തി എന്നാണ് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ വാക്കിന് വലിയ ആഴമുണ്ട്. ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫാഷൻ എന്ന് വിളിക്കുന്ന സമ്പ്രദായത്തിലേക്കുള്ള ആദ്യത്തെ മാനസിക മാറ്റം. ട്രെൻഡിയായ വസ്ത്രങ്ങൾ പെട്ടെന്ന് താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കണമെന്ന വിപണിയുടെ ആസക്തി തുടങ്ങിയ കാലം. യൂറോപ്പിലും അമേരിക്കയിലും വ്യവസായ വിപ്ലവത്തിന്റെ ബൈ പ്രോഡക്റ്റായി മധ്യവർഗ കുടുംബങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവർക്ക് എലൈറ്റ് ക്ലാസിനെ പോലെ നന്നായി വസ്ത്രം ധരിക്കണമായിരുന്നു. വലിയ വിലയില്ലാതെ കുറഞ്ഞ ചെലവിലുള്ള ഫാഷൻ ബദലുകൾ നൽകാൻ ഫാക്ടറികളും തയ്യാറായിരുന്നു. വല്ലപ്പോഴും വാങ്ങുന്നതിന് പകരം ഫാഷൻ ഇടയ്ക്കിടെ വാങ്ങുക എന്ന ആശയം പ്രചരിക്കാൻ തുടങ്ങി. ഫാസ്റ്റ് ഫാഷൻ അപ്പോഴും ജനിച്ചിട്ടില്ല, പക്ഷേ അതിനു വേണ്ടുന്ന മാർക്കറ്റ് മൈൻഡ് സെറ്റ് ജനിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 മുതൽ 1960 വരെയുള്ള വർഷങ്ങളിൽ ഒരു വ്യത്യസ്ത ലോകം ഉയർന്നു വന്നു. ടെലിവിഷൻ, ഹോളിവുഡ്, റാപ്പ് മ്യൂസിക്, പരസ്യങ്ങൾ എന്നിവ ആളുകളോട് കൂൾ വസ്ത്രധാരണം എന്താണെന്ന് പറഞ്ഞുകൊടുത്തു. മഹായുദ്ധത്തിന് ശേഷം മനുഷ്യർക്ക് മാനസിക ഉല്ലാസവും പുതിയ നിറങ്ങളും പുതുമയും ആത്മവിശ്വാസവും വേണമായിരുന്നു. ഷോപ്പിംഗ് ആവശ്യമെന്നതിനേക്കാൾ അനുഭവമായി മാറി. വനിതാ ഫാഷൻ മാസികകളുണ്ടായി. പുരുഷന്മാരുടെ സ്യൂട്ടുകൾ മാറി. കുട്ടികളുടെ വസ്ത്രങ്ങൾ ഇൻഡസ്ട്രിയിലെ തന്നെ വലിയ നീഷയായി മാറി. മൂന്നാമത്തെ വിപ്ലവം 1960കളിലാണ് സംഭവിച്ചത്. പോളിസ്റ്ററും നൈലോണും കണ്ടുപിടിക്കപ്പെട്ടതും വ്യാപകമായതും അക്കാലത്താണ്. ഇൻഡസ്ട്രിയിലെ അത്ഭുത നാരുകളായിരുന്നു ഇവ. വില കുറഞ്ഞതും ഈട് നിൽക്കുന്നതും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതും. പരുത്തിയോ പട്ടുനൂലോ പോലെ കൃഷി ചെയ്ത് മാസങ്ങളോളം വിളവെടുപ്പിന് കാത്തിരിക്കുകയോ നൂൽ നിൽക്കുകയോ ചായം പൂശുകയോ ചെയ്യേണ്ട. ഇന്ന് ഇൻസ്റ്റഗ്രാം എന്തായിരുന്നു അതായിരുന്നു 1970 മുതൽ 1990 വരെ ടെലിവിഷൻ. ഓഡ്രി ഹെപ്ബേൺ ഒരു വസ്ത്രം ധരിച്ചാൽ ലോകം ആ ഡ്രസ് ആഗ്രഹിച്ചു. റോക്ക് ബാൻഡുകൾ ലെതർ ജാക്കറ്റുകൾ ധരിച്ചപ്പോൾ കൗമാരക്കാർ അവരെ അനുകരിച്ചു. ട്രെൻഡ് സൈക്കിളുകൾ വേഗത്തിലാകാൻ തുടങ്ങി. ഇക്കാലത്തും അത് ഫാസ്റ്റ് ഫാഷൻ അല്ല, പക്ഷെ തീർച്ചയായും ഫാസ്റ്റർ ഫാഷൻ ആയിരുന്നു. ഇതേ സമയം തന്നെ ഏഷ്യയിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. 1970കളോടെ മാനുഫാക്ചറിംഗ് സെക്ടർ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് മാറാൻ തുടങ്ങി. ഏഷ്യയിലെ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനമായിരുന്നു കാരണം. ജപ്പാനും ഹോങ്കോങ്ങും ഇന്ത്യയും ബംഗ്ലാദേശുമെല്ലാം ആഗോള വസ്ത്ര നിർമ്മാണ കേന്ദ്രങ്ങളായി മാറി. ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ തുടക്കം. യുവാക്കൾ കൂടുതൽ ആസക്തിയോടെ ഫാഷനെ പുൽകി. ഏഷ്യയിൽ നിന്ന് മിനി സ്കേർട്ട്, ബെൽ ബോട്ടംസ്, സൈക്കഡലിക് പ്രിന്റുകൾ, ഡെനിം റവല്യൂഷൻ എന്നിവയെല്ലാം ആഴ്ചതോറും പുറത്തിറങ്ങി. പഴയതൊന്നും ആവശ്യമില്ലാത്ത യുവാക്കളാണ് എക്കാലവും എവിടെയും എല്ലാം മാറ്റിയത്. 1975 സ്പെയിനിൽ തെരുവിൽ തുണിവിറ്റിരുന്ന അമാൻസിയോ ഒർട്ടേഗ സാറ എന്നൊരു ചെറിയ ബ്രാൻഡ് സൃഷ്ടിച്ചു. ആ ബ്രാൻഡ് ആഗോള ഫാഷൻ തിരുത്തി എഴുതുമെന്ന് ആ നിമിഷം ആരും അറിഞ്ഞു കാണില്ല. അമാൻസിയോ ഒർട്ടേഗയ്ക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. റൺവേ ട്രെൻഡുകൾക്കായി ആളുകൾക്ക് 6 മാസം കാത്തിരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് തെരുവിൽ നിന്ന് കിട്ടിയ പരിചയമാണ്. ഉപഭോക്താക്കൾക്ക് ഫാഷൻ ഈ നിമിഷം കിട്ടണം. അങ്ങനെ സാറ മറ്റാർക്കും അന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന് ചെയ്തു. ഫാഷൻ റൺവേയിലെ ഒരു വസ്ത്രം 2-3 ആഴ്ചകൾക്കുള്ളിൽ സ്റ്റോറുകളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവർ സൃഷ്ടിച്ചു. ഈ ഒറ്റ കണ്ടുപിടുത്തമാണ് റാപ്പിഡ് ഡിസൈൻ ടു ഷെൽഫ് സൈക്കിൾ എന്ന ഫാസ്റ്റ് ഫാഷന്റെ അത്ഭുത ശിശു. സാറ ആദ്യം വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് അത് വിറ്റുപോകുമെന്ന് പ്രതീക്ഷിച്ച് ഷെൽഫിൽ കുത്തി നിറച്ചില്ല. പകരം ചെറിയ ബാച്ചുകൾ നിർമ്മിച്ചു. ഇതിന്റെ സെയിൽ ട്രാക്ക് റെക്കോർഡ് നിരീക്ഷിച്ചു. വിറ്റുപോകുന്ന ഐറ്റം ആണെങ്കിൽ ഉടൻ തന്നെ റീസ്റ്റോക്ക് ചെയ്തു. ഇത് വേസ്റ്റേജ് ഒഴിവാക്കി ലാഭം വർദ്ധിപ്പിച്ചു. ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിംഗ്. ഇതായിരുന്നു ഫാഷൻ ഫീഡ്ബാക്ക് ലൂപ്പിന്റെ ജനനം. അധികം വൈകാതെ ഈ ബിസിനസ് മോഡലിൽ സാറയ്ക്ക് എതിരാളികളെത്തി.
H&M ആണ് ആദ്യം വന്നത്. സാറ പ്രൊഡക്ഷൻ സ്പീഡിൽ പ്രാവീണ്യം നേടുമ്പോൾ H&M മറ്റൊന്ന് തുറന്നുവിട്ടു. അവർ സ്കെയിലിംഗിൽ ശ്രദ്ധിച്ചു. 1980കളിൽ H&M യൂറോപ്പിലും അമേരിക്കയിലും നൂറുകണക്കിന് സ്റ്റോറുകളായി വ്യാപിച്ചു. സാറയുടെ വേഗതയും H&Mന്റെ സ്കെയിലബിലിറ്റിയും സംഗമിച്ചതോടെ ഫാസ്റ്റ് ഫാഷന് ഔദ്യോഗികമായി ഒരു ബ്ലൂ പ്രിന്റ് കിട്ടി. 1990കളിൽ ഫാസ്റ്റ് ഫാഷന് വഴിവെട്ടിയ അടുത്ത വിപ്ലവം വന്നു: ആഗോളവൽക്കരണം. ചൈന അതിന്റെ സമ്പദ്വ്യവസ്ഥ തുറന്നു. ബംഗ്ലാദേശും വിയറ്റ്നാമും ഇന്തോനേഷ്യയുമെല്ലാം ആഗോള വസ്ത്ര കയറ്റുമതിയിലെ മുൻനിരക്കാരായി. പ്രൊഡക്ഷൻ ഒരു പ്രശ്നമേ അല്ലാതായതോടെ 1990ൽ പാശ്ചാത്യ ബ്രാൻഡുകൾ രണ്ടാം നിര നഗരങ്ങളിലേക്കും വ്യാപിച്ചു. മധ്യവർഗത്തിൽ നിന്ന് ഇടത്തട്ടുകാരിലേക്കും എത്തിയതോടെയാണ് സാറയും H&Mഉം ചെയ്യുന്ന ബിസിനസിനെ ലോകം ഫാസ്റ്റ് ഫാഷൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആഗോളവൽക്കരണം അതിന്റെ പ്രതാപം കാണിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ 2000ത്തിന്റെ തുടക്കത്തിൽ ഫാസ്റ്റ് ഫാഷനിലേക്ക് വലിയ കളിക്കാരുടെ കുത്തൊഴുക്കായിരുന്നു. ഫോർവർ 21, പ്രിമാർക്ക്, ടോപ്പ് ഷോപ്പ് പോലുള്ള ബ്രാൻഡുകൾ യൂസ് ആൻഡ് ത്രോ ഫാഷനെ കൂടുതൽ ജനകീയമാക്കി. ബ്രാൻഡുകൾ സീസണുകൾക്കായി കാത്തിരുന്നില്ല, അവർ സ്വന്തമായി സീസണുകൾ സൃഷ്ടിച്ചു. അടുത്ത വിപ്ലവം ഉടനുണ്ടായി: ഇ-കൊമേഴ്സ്. വസ്ത്രം ഓൺലൈനിൽ വാങ്ങുന്നത് ഇന്ന് പോപ്പുലർ അല്ലാത്ത ഒന്നാണെങ്കിലും 2000 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിൽ ഫാസ്റ്റ് ഫാഷനെ തീപിടിപ്പിക്കുന്ന വേഗതയിൽ എത്തിച്ചത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇൻഫ്ലുവൻസർമാർ ബ്രാൻഡുകളെ ചുമലിലേറ്റി. 2010ന്റെ അവസാനത്തിൽ യൂട്യൂബർമാരും വ്ളോഗർമാരും ഹൗൾ ട്രെൻഡ് കണ്ടുപിടിച്ചു. ഒരു വീഡിയോയിൽ ഡസൻ കണക്കിന് വസ്ത്രങ്ങൾ മാറ്റി മാറ്റി കാണിക്കുന്ന ട്രെൻഡ്. ഇത് കൗമാരക്കാർക്കിടയിൽ വലിയ ഷോപ്പിംഗ് സ്പ്രേ ഉണ്ടാക്കി. ഫാസ്റ്റ് ഫാഷൻ ബിസിനസ് ആയിരുന്നില്ല, സംസ്കാരമായി മാറുകയായിരുന്നു. അത് ഡ്യൂറബിലിറ്റിയെ എന്നേക്കുമായി കൊന്നിരുന്നു. ഇനി ഇന്ത്യയിലേക്ക്. ഇവിടെ കത്ത് തുടങ്ങുന്നത് 1990കളുടെ അവസാന കാലത്താണ്. അന്ന് ഇന്ത്യയിലെ റീറ്റെയിൽ ലോകം അൺഓർഗനൈസ്ഡ് ആണ്. തയ്യൽക്കാരും പ്രാദേശിക കടകളും കസ്റ്റം മെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിച്ചു. മിക്ക കുടുംബങ്ങളും വർഷത്തിൽ 2 തവണ മാത്രമാണ് വസ്ത്രങ്ങൾ വാങ്ങിയത്: ഉത്സവ സീസണിലും വിവാഹ സീസണിലും. ഇതല്ലാതെയും കച്ചവടമുണ്ട്, അത് തെരുവിലാണ്. തുണി വാങ്ങി തയ്ച്ച ഒരു പാന്റിന് 1990ൽ 150 രൂപ ചെലവ് വന്നിരുന്നെങ്കിൽ തെരുവിൽ അത് 125 രൂപയ്ക്ക് കിട്ടും. വലിയ വില വ്യത്യാസമില്ല, പക്ഷേ തെരുവിൽ ആളും കച്ചവടവും ഉണ്ടായിരുന്നു. ഡൽഹിയിലെ സരോജിനി നഗർ, മുംബൈയിലെ കൊളാബ കോസ്വേ, ബാംഗ്ലൂരിലെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ്, എറണാകുളത്തെ ബ്രോഡ്വേ, തിരുവനന്തപുരത്തെ MG റോഡ്, കോഴിക്കോട്ടെ മിഠായി തെരുവ് തുടങ്ങിയ വലിയ തെരുവ് ചന്തകളായിരുന്നു ട്രെൻഡ് സെറ്റർമാർ. 1990ൽ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. മുംബൈ, ഡൽഹി തുടങ്ങിയ മെട്രോ നഗരങ്ങൾ ആധുനികവൽക്കരിച്ചപ്പോൾ ആഗോള ബ്രാൻഡുകളുടെ ആദ്യ തരംഗം ഇന്ത്യയിലേക്ക് നിശബ്ദമായി കടന്നുവന്നു. 1990കളുടെ തുടക്കത്തിൽ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിറ്റൺ ഇന്ത്യയിലെത്തി. അവർ വർണ്ണാഭമായ റെഡിമെയ്ഡ് ഫാഷൻ എന്ന ആശയം കൊണ്ടുവന്നു. പിന്നാലെ 1995ൽ ലവൈസ് എത്തി. ഇവയൊന്നും അന്ന് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളായിരുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് അവർ അവതരിപ്പിച്ചു: മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ സ്റ്റൈൽ കാഷ്വൽ വെയർ. പഴയ സമ്പ്രദായത്തിൽ വീണ ആദ്യത്തെ വിള്ളലായിരുന്നു അത്. ആദ്യമായി തയ്ച്ച വസ്ത്രങ്ങൾക്ക് പകരം റെഡിമെയ്ഡ് ജീൻസും ബ്രാൻഡഡ് ടീഷർട്ടുകളും ഇന്ത്യൻ ഉപഭോക്താക്കൾ ആഗ്രഹിച്ചു തുടങ്ങി. തെരുവിലെ തുണിക്കച്ചവടം ഒരു വലിയ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ആദ്യം ആലോചിച്ചത് കിഷോർ ബിയാനിയാണ്. 1997ൽ അതിവേഗം മാറുന്നതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ഫാഷൻ റീറ്റെയിലറായ പാന്റലൂൺസ് രംഗത്തെത്തി. കിഷോർ ബിയാനിയുടെ ഫ്യൂച്ചർ ഗ്രൂപ്പായിരുന്നു പാന്റലൂൺസിന്റെ സാരഥികൾ. ഇന്നത്തെ മാനദണ്ഡമനുസരിച്ച് അതൊരു ഫാസ്റ്റ് ഫാഷൻ അല്ല, പക്ഷേ ഫാഷൻ ടേൺ ഓവറിനെ ഗൗരവമായി എടുത്ത ആദ്യത്തെ ഇന്ത്യൻ ബ്രാൻഡ് അതായിരുന്നു. തൊട്ടു പിന്നാലെ വെസ്റ്റ് സൈഡ്, ലൈഫ് സ്റ്റൈൽ, ബിഗ് ബസാർ എന്നിവയും രംഗത്തെത്തി. ഷോപ്പിംഗ് ഔട്ടിംഗ് ആയി മാറി. ഷോപ്പിംഗ് മാളുകളുടെ പിറവി വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. വർഷത്തിൽ 2 തവണ മാത്രം വാങ്ങാനുള്ള ഒരു വസ്തു എന്നതിൽ നിന്ന് മാറി നോക്കാനും ഇട്ടുനോക്കാനും ആസ്വദിക്കാനുമുള്ള ഒന്നായി വസ്ത്രങ്ങൾ മാറി. വിൻഡോ ഷോപ്പർമാരുടെ എണ്ണം കൂടി. ടാറ്റ ഇൻഡിടെക്സ് സംയുക്ത സംരംഭത്തിലൂടെ സാറ ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ സ്റ്റോർ തുറന്നു. ഇന്ത്യൻ മാനദണ്ഡമനുസരിച്ച് സാറയുടെ വില കുറവായിരുന്നില്ല, പക്ഷേ ഇന്ത്യൻ ഉപഭോക്താക്കൾ അതുവരെ കാണാത്ത ഒരു പ്രത്യേകത അവർക്കുണ്ടായിരുന്നു: എല്ലാ ആഴ്ചയും പുതിയ ഡിസൈനുകൾ. ദീപാവലി ഷോപ്പിംഗ്, ഓണം ഷോപ്പിംഗ് എന്നിവ മാത്രം ശീലിച്ച രാജ്യത്തിന് ഇത് മറ്റൊരു വിപ്ലവമായി. പെട്ടെന്ന് ഫാഷൻ കാലാനുസൃതമല്ലാതായി, അത് കണ്ടിന്യൂയിറ്റിയായി മാറി. സാറ ഇന്ത്യയിൽ വസ്ത്രങ്ങൾ മാത്രമല്ല വിറ്റത്, അത് ആസ്പിരേഷനും വിറ്റു. പിന്നീടുണ്ടായ പ്രളയത്തിന് വഴിവെട്ടി. 2006 മാർച്ചിൽ മാക്സ് ഫാഷൻ അവരുടെ ആദ്യ സ്റ്റോർ ഇൻഡോറിൽ തുറന്നു. 2007ൽ റിലയൻസ് ട്രെൻഡ്സ് ഗുർഗാവോണിൽ പ്രവർത്തനം തുടങ്ങി. 2016 സെപ്റ്റംബറിൽ ബംഗളൂരുവിൽ സ്റ്റുഡിയോ ആദ്യത്തെ സ്റ്റോർ തുറന്നു. പിന്നെയും 25ലേറെ മുൻനിര ഫാസ്റ്റ് ഫാഷൻ സ്റ്റോറുകൾ. മൈൻഡ്രയും ജബോങ്ങും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനിൽ ഫാസ്റ്റ് ഫാഷൻ വിറ്റു. ഫാസ്റ്റ് ഫാഷന്റെ ചരിത്രം ഇത്രയും പറയാമെങ്കിലും ഈ വീഡിയോ ഫാസ്റ്റ് ഫാഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്ക് പോകും മുമ്പ് ഫാസ്റ്റ് ഫാഷൻ എങ്ങനെ പൊതുബോധത്തെ ഇത്രയധികം സ്വാധീനിച്ചുവെന്നും നോക്കേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫാഷൻ ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല. വസ്ത്രങ്ങൾ ഡിസ്പോസിബിൾ മെറ്റീരിയൽ ആയതിന്റെ പ്രധാന കാരണം അതിന്റെ വിലക്കുറവ് തന്നെ. ഒരു പ്രീമിയം ബ്യൂട്ടിക്കിൽ നിന്ന് വന്നതുപോലെ തോന്നിക്കുന്ന വസ്ത്രങ്ങൾ 1000 രൂപയിൽ താഴെ വിലക്ക് ലഭിക്കാൻ തുടങ്ങി. ഈ പ്രൈസ് സ്ട്രാറ്റജി ലളിതമാണ്. വില കുറവാകുമ്പോൾ മനസ്സ് പറയും, എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? ഒരു നല്ല നിലവാരമുള്ള ഷർട്ട് വാങ്ങുന്നതിന് പകരം ഉപഭോക്താവ് 5 വില കുറഞ്ഞ ഷർട്ടുകൾ വാങ്ങുന്നു. കുറഞ്ഞ പണത്തിന് കൂടുതൽ ലഭിക്കുന്നു എന്ന ഈ തോന്നൽ ഒരു അഡിക്റ്റീവ് മാർക്കറ്റ് പ്രാക്ടീസ് ആണ്. രണ്ടാമത് കളക്ഷൻ. പരമ്പരാഗത ഫാഷൻ ബ്രാൻഡുകൾ 2 സീസണുകളിൽ മാത്രമാണ് പുതിയ
കളക്ഷനുകൾ പുറത്തിറക്കിയിരുന്നത്. വേനൽക്കാലത്തും ഉത്സവകാലത്തും. ഓണത്തിന് മാത്രം പുതിയ സ്റ്റോക്ക് എത്തിയിരുന്ന പഴയ തുണിക്കടകളെ ഓർമ്മയില്ലേ? ഫാസ്റ്റ് ഫാഷൻ ഈ നിയമം പൂർണ്ണമായും ലംഘിച്ചു. പെട്ടെന്ന് സാറ, എച്ച്&എം, സ്റ്റുഡിയോ പോലുള്ള ബ്രാൻഡുകൾ എല്ലാ ആഴ്ചയും, ചിലപ്പോൾ ഓരോ 3 ദിവസത്തിലും അവരുടെ ഷെൽഫുകൾ പുതുക്കാൻ തുടങ്ങി. ഫാസ്റ്റ് ഫാഷൻ കമ്പനികൾ ഒരു കാര്യം ചെയ്യാൻ വിദഗ്ധരാണ്: കോപ്പിയടി. അവർ പാരീസ് റൺവേ ഷോകൾ കാണും, എയർപോർട്ടിലെത്തുന്ന സെലിബ്രിറ്റികളെ നിരീക്ഷിക്കും, ഇൻഫ്ലുവൻസർമാരുടെ പോസ്റ്റുകൾ സ്കാൻ ചെയ്യും. ദിവസങ്ങൾക്കുള്ളിൽ സമാനമായ ഡിസൈനുകൾ അവരുടെ കടകളിൽ പ്രത്യക്ഷപ്പെടും. സെലിബ്രിറ്റികളുടെ വസ്ത്രത്തിന് തുല്യമായ വില കൊടുക്കാതെ തന്നെ അവരെപ്പോലെ വസ്ത്രം ധരിക്കാൻ കഴിയുമെന്ന് ഉപഭോക്താക്കൾക്ക് തോന്നി. ഇതാദ്യമായി ലുക്കിംഗ് എക്സ്പെൻസീവ് മിക്കവാറും എല്ലാവർക്കും പ്രാപ്യമായി. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വസ്ത്രത്തോട് തോന്നുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾക്ക് നന്നായി അറിയാം. 3 തലമുറ കൈമാറിയ കല്യാണ സാരിയൊക്കെ പഴങ്കഥയായി. ഈ വൈകാരിക ബന്ധമില്ലായ്മ, നോ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വസ്ത്രത്തെ ഡിസ്പോസിബിൾ ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾക്ക് മറ്റൊന്നറിയാം: യുവജനങ്ങൾ ആദ്യം ഷോപ്പിംഗ് നടത്തുന്നത് അവരുടെ കണ്ണുകൾ കൊണ്ടാണ്. നിയോൺ ഗ്രീനുകൾ, ഹോട്ട് പിങ്കുകൾ, ഓവർസൈസ്ഡ് ഗ്രാഫിക്സുകൾ, ഗ്ലിറ്റർ പ്രിന്റുകൾ, ബോൾഡ് ഫോണ്ടുകൾ എന്നിവയാൽ അവർ തങ്ങളുടെ കടകൾ നിറച്ചു. ഓരോ റാക്കും ഇൻസ്റ്റഗ്രാം റെഡിയാണ്. ഇൻസ്റ്റഗ്രാം മറ്റൊരു സമ്മർദ്ദം സൃഷ്ടിച്ചു: വസ്ത്രങ്ങൾ ആവർത്തിക്കുമോ എന്ന ഭയം. ഒരേ വസ്ത്രം 2 തവണ ധരിക്കുന്നുവെന്ന് തങ്ങളുടെ ഫോളോവേഴ്സ് കരുതാൻ ഇൻഫ്ലുവൻസർമാർ ആഗ്രഹിച്ചില്ല. അവർ കൂടുതൽ വാങ്ങി. തങ്ങളുടെ ഫോട്ടോ ഗാലറി ഫ്രഷായി നിലനിർത്താൻ ഫാസ്റ്റ് ഫാഷൻ അവർക്ക് വില കുറഞ്ഞ ട്രെൻഡിയായ പരിഹാരങ്ങൾ നൽകി. അവരെ പിന്തുടരുന്നവർ അത് ആവർത്തിച്ചു. സോഷ്യൽ മീഡിയ വസ്ത്രങ്ങളെ ഡെയിലി കണ്ടന്റാക്കി മാറ്റി. വസ്ത്രങ്ങൾ പ്രോപ്പുകളായി മാറി. ആ പ്രോപ്പുകൾക്ക് പരിധിയില്ലാത്ത ഇൻവെന്ററി നൽകാൻ ഫാസ്റ്റ് ഫാഷൻ സ്റ്റോറുകൾ റെഡിയായിരുന്നു. ഇന്ന് വസ്ത്രത്തിന്റെ കാര്യത്തിൽ അത്ര പോപ്പുലർ അല്ലെങ്കിലും ഇ-കൊമേഴ്സ് ബൂം ഫാസ്റ്റ് ഫാഷന് പറ്റിയ പങ്കാളിയായി. അതിലൂടെ സൈക്കോളജിക്കൽ ഹുക്ക് ഉപയോഗിച്ച് ബ്രാൻഡുകൾ വസ്ത്രം വിറ്റു. മാൾ സംസ്കാരവും ഫാസ്റ്റ് ഫാഷനെ വളരെ ഫാസ്റ്റാക്കി. ഇത് മാത്രമല്ല, ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾ കണ്ടെത്താൻ നിങ്ങൾ ദൂരെയൊന്നും പോകേണ്ടതില്ല. ഓരോ പ്രധാന മാളുകളിലും എയർപോർട്ടുകളിലും ഷോപ്പിംഗ് ഹബ്ബുകളിലും അവ സ്ഥാപിച്ചിരിക്കുന്നു. ഭക്ഷണത്തിനോ സിനിമയ്ക്കോ വേണ്ടി മാളുകളിൽ പോയാൽ പോലും അവ എല്ലായിടത്തും ഉള്ളതിനാൽ നിങ്ങൾ വസ്ത്രക്കടകളിൽ നിർത്താനും സാധ്യതയുണ്ട്. അൺപ്ലാൻഡ് ഷോപ്പിംഗ് എന്ന പുതിയ പദം അവർ സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഇനി ദുരന്തങ്ങളിലേക്കാണ്. ഫാസ്റ്റ് ഫാഷൻ ഒട്ടും നിഷ്കളങ്കമല്ല. ഫാസ്റ്റ് ഫാഷന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനുഷ്യ ചരിത്രത്തിലെ മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതൽ ടെക്സ്റ്റൈൽ വേസ്റ്റ് അത് സൃഷ്ടിക്കുന്നുവെന്നതാണ്. നമുക്ക് കൂടുതൽ വസ്ത്രങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് നമ്മൾ അവ മുൻപത്തേക്കാൾ വേഗത്തിൽ ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ വസ്ത്രങ്ങൾ കീറിപ്പഴകും വരെ ധരിച്ചിരുന്നു. ഇന്ന് അടുത്ത ട്രെൻഡ് വരുന്നതുവരെ മാത്രം നിലനിൽക്കാൻ വേണ്ടിയാണ് വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഉപേക്ഷിച്ച് കളയുന്ന ഇവയെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്നത് വലിയ ലാൻഡ്ഫില്ലുകളിലാണ്. ഡീഗ്രേഡ് ചെയ്യപ്പെടാതെ നൂറ്റാണ്ടുകളോളം ഭൂമിയിൽ കിടക്കും ഈ പഴംതുണിയുടെ ഭീമാകാരമായ പർവ്വതങ്ങൾ. ഇതിലുള്ള അപകടം പറയാം. മിക്ക ഫാസ്റ്റ് ഫാഷൻ തുണിത്തരങ്ങളും സിന്തറ്റിക് ആണ്. പോളിയസ്റ്റർ, നൈലോൺ, അക്രലിക് തുടങ്ങിയവ. ഇവയെല്ലാം ഉണ്ടാക്കുന്നത് പെട്രോളിയത്തിൽ നിന്നും. പ്ലാസ്റ്റിക് കുപ്പികൾ പോലെ തന്നെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മൾ 2 തവണ മാത്രം ധരിച്ച് വലിച്ചെറിഞ്ഞൊരു ടീഷർട്ട് അടുത്ത 200 മുതൽ 400 വരെ വർഷത്തേക്ക് ഈ ഗ്രഹത്തിൽ എവിടെയെങ്കിലും വിഘടിക്കാതെ കിടപ്പുണ്ടാകും. ചിലിയിലെ അറ്റകാമ മരുഭൂമി, ഖാനയുടെ തീരങ്ങൾ, ഇന്ത്യയിലെ മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവിടങ്ങളിൽ പോലും ഈ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളുടെ മലകൾ ഗൂഗിൾ മാപ്പിൽ ചെറിയ പർവ്വതങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്നു. ചില ലാൻഡ്ഫില്ലുകൾ അത്ര വലുതാണ്. സൂര്യപ്രകാശമോ ഈർപ്പമോ ഏൽക്കുമ്പോൾ ഈ സിന്തറ്റിക് തുണിത്തരങ്ങൾ മൈക്രോപ്ലാസ്റ്റിക്കായി വിഘടിക്കുന്നു. നമ്മുടെ മണ്ണിലേക്കും വെള്ളത്തിലേക്കും ഒടുവിൽ നമ്മുടെ ശരീരത്തിലേക്കും പ്രവേശിക്കുന്ന വളരെ ചെറിയ കണികകൾ മഴവെള്ളത്തെ, മനുഷ്യന്റെ ശ്വാസകോശത്തെ, നവജാത ശിശുക്കളുടെ പ്ലാസന്റയിൽ പോലും ഈ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഉപയോഗശേഷം വലിച്ചെറിയുന്നത് മാത്രമല്ല പ്രശ്നം. പോളിയസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ വസ്ത്രം ഓരോ തവണ കഴുകുമ്പോഴും ആയിരക്കണക്കിന് മൈക്രോപ്ലാസ്റ്റിക് ആണ് അത് പുറന്തള്ളുന്നത്. ഈ നാരുകൾ വളരെ ചെറുതായതുകൊണ്ട് ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പോലും അവയെ നീക്കം ചെയ്യാൻ കഴിയില്ല. അവ നദികളിലേക്കും തടാകങ്ങളിലേക്കും സമുദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു. അവിടെ മത്സ്യങ്ങളും കടലാമകളും എന്തിനാ പ്ലാങ്ക്ടൺ പോലും ഇവയെ വിഴുങ്ങുന്നു. സീ ഫുഡ് കഴിക്കുമ്പോൾ ആ മൈക്രോപ്ലാസ്റ്റിക്കുകൾ വീണ്ടും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് 299 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയ അതേ വസ്ത്രം തന്നെ അധികം വൈകാതെ നമ്മുടെ പ്ലേറ്റിലേക്ക് എത്തും. ഫാസ്റ്റ് ഫാഷൻ മദർ എർത്തിനെ മലിനമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നമ്മളെ തന്നെ മലിനമാക്കാൻ തിരികെ വരികയാണ്. ഫാസ്റ്റ് ഫാഷൻ നിറങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ പറുദീസയാണ്. നിയോൺ ഗ്രീൻസ്, ഹോട്ട് പിങ്ക്, റോയൽ ബ്ലൂ, മെറ്റാലിക് ഷെയ്ഡുകൾ. എന്നാൽ ഈ ഉജ്ജ്വലമായ നിറങ്ങൾക്ക് പിന്നിൽ ഒരു രഹസ്യമുണ്ട്: അത്യന്തം ടോക്സിക് ആയ ഡൈകൾ. വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മിക്ക രാജ്യങ്ങളിലും ശുദ്ധീകരിക്കാത്ത ഡൈ വേസ്റ്റ് നേരിട്ട് നദികളിലേക്ക് ഒഴുക്കിവിടുന്നു. എന്തുൽപ്പാദിപ്പിച്ചു എന്നതിനെ ആശ്രയിച്ച് വെള്ളം ഒരു ദിവസം കടുന്നിലയാകും, അടുത്ത ദിവസം കറുത്ത നിറമാകും. ഈ മലിനമായ വെള്ളം മത്സ്യങ്ങളെ കൊല്ലും, മണ്ണിന്റെ ഓസിൽ ഫെർട്ടിലിറ്റി നശിപ്പിക്കും, ഭൂഗർഭജലത്തിൽ കലരും, കൃഷിക്ക് ഉപയോഗശൂന്യമാകും, മനുഷ്യരിൽ ത്വക്ക്, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ഡെനിം ഉൽപാദന മേഖലയായ ബംഗ്ലാദേശിലെ ഢാക്കയിൽ ഒരു കുപ്രസിദ്ധമായ ഉദാഹരണമുണ്ട്. ഡൈ പൊല്യൂഷൻ കാരണം അവിടെ ബൂരിഗംഗ നദി ചിലപ്പോൾ ഇൻഡിഗോ നീലയായി മാറും. നാട്ടുകാർ തമാശയായി പറയാറുണ്ട്, നദിയുടെ നിറം നോക്കി അവർക്ക് ഫാഷൻ ട്രെൻഡുകൾ പ്രവചിക്കാൻ കഴിയുമെന്ന്. തമാശയല്ല, വേദനാജനകമായ സത്യം മാത്രം.
ഇനി സിന്തറ്റിക് തുണിത്തരങ്ങൾക്ക് പകരമുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ബദലാണ് പരുത്തി അഥവാ കോട്ടൺ എന്ന് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾ അവകാശപ്പെടുന്നതിൽ സത്യം എന്താണെന്ന് നോക്കാം. ഇത് കൂടുതൽ സങ്കീർണമാണ്. കോട്ടൺ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുള്ള വിളകളിലൊന്നാണ്. ഒരു കോട്ടൺ ഷർട്ട് ഉണ്ടാക്കാൻ ഒരു വ്യക്തിക്ക് 2.5 വർഷം കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം കർഷകർ ഉപയോഗിക്കുന്നു. വലിയ ഫാസ്റ്റ് ഫാഷൻ ശൃംഖലകൾക്ക് ഒരുപാട് കോട്ടൺ വലിയ അളവിൽ ആവശ്യമുണ്ട്. ഇത് ദീർഘകാലത്തേക്കുള്ള മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെയാണ് ഇല്ലാതാക്കുന്നത്. മധ്യേഷ്യയിലെ അരാൾ കടൽ വറ്റി വരേണ്ടത് പരുത്തി കൃഷി മൂലമാണ്. ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇനി കാർബൺ എമിഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കാർബൺ പുറത്തുവിടുന്നത് കാറുകളോ വിമാനങ്ങളോ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്ന വ്യവസായങ്ങളോ അല്ല, അത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളാണ്. വസ്ത്രനിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർ കാർബൺ പുറത്തുവിടുന്നു. വിമാനയാത്രയും കപ്പൽ ഗതാഗതവും ചേർന്നതിനേക്കാൾ കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ ഫാഷൻ വ്യവസായം പുറത്തേക്ക് തള്ളും. ഒരു ഷർട്ട് ഉണ്ടാക്കാൻ കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള വിമാനം സൃഷ്ടിക്കുന്നത്ര കാർബൺ ഫുട് പ്രിന്റ് വേണമെന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. പക്ഷേ ലോകത്തിന് ഇത് ഒഴിവാക്കാനുമാകുന്നില്ല. ഇനി മറ്റൊന്ന് പറയാം. വിൽക്കാതെ പോകുന്ന വസ്ത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? വളരെ കുറച്ച് ഉപഭോക്താക്കൾക്ക് മാത്രം അറിയുന്നൊരു ഉത്തരമാണിത്. ബ്രാൻഡുകൾ പലപ്പോഴും അവ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്നു. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ റിട്ടേൺസ്, അധികമുള്ള സ്റ്റോക്ക്, കാലഹരണപ്പെട്ട ട്രെൻഡുകൾ, കേടുപാടുകളുള്ളവ ഇവയെല്ലാം കത്തിച്ചു കളയുകയാണ്. കോടിക്കണക്കിന് ടൺ കാർബണും മൈക്രോപ്ലാസ്റ്റിക്കും അവർ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എല്ലാ ആഴ്ചയും പമ്പ് ചെയ്യുന്നു. ഇതിനു പുറമെയാണ് ഫാസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങളിലെ കെമിക്കൽ ഫിനിഷുകൾ. വസ്ത്രങ്ങൾ റിങ്കിൾ ഫ്രീ ആകാൻ, വാട്ടർ പ്രൂഫും സ്റ്റെയിൻ പ്രൂഫും ആകാൻ, സ്ട്രെച്ചബിൾ ആകാൻ, അൾട്രാ സോഫ്റ്റ് ആകാൻ, വേഗത്തിൽ ഉണങ്ങുന്നതാകാൻ കമ്പനികൾ ഡസൻ കണക്കിന് കെമിക്കൽ ഫിനിഷുകൾ ഉപയോഗിക്കുന്നു. ഈ വിഷം മുഴുവൻ നമ്മുടെ മണ്ണിലേക്ക് തലമുറകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പ്രകൃതി കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫാഷന്റെ ഏറ്റവും വലിയ ഇരയാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. നമ്മുടെ സമീപത്തുള്ള തയ്യൽക്കാരൻ, ചെറിയ തുണിക്കടകൾ, തനത് കരകൗശല വസ്ത്ര പാരമ്പര്യങ്ങൾ, നമ്മുടേത് മാത്രമായ ചെറുകിട ബിസിനസ് ഫാഷൻ എക്കോസിസ്റ്റം ഇതെല്ലാം നശിച്ചു മണ്ണടിയുന്നു. മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം തുണിത്തരങ്ങൾ തികച്ചും പ്രാദേശികമായ ഒരു ബിസിനസ് ആയിരുന്നു. തലമുറകളായി തയ്യൽക്കാർ കുടുംബങ്ങൾക്കായി വസ്ത്രങ്ങൾ തുന്നി. പ്രാദേശിക മില്ലുകൾ പേരെടുത്ത തുണിത്തരങ്ങൾ നിർമ്മിച്ചു. മുൻപ് ഒരു ഡിസൈൻ പ്രചാരത്തിലായാൽ അത് പുനഃസൃഷ്ടിക്കാൻ പ്രാദേശിക തയ്യൽക്കാർക്കോ നിർമ്മാതാക്കൾക്കോ ആഴ്ചകൾ എടുത്തിരുന്നു. ഇന്ന് ഫാസ്റ്റ് ഫാഷൻ ഭീമന്മാർക്ക് അത് പകർത്താനും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും ദിവസങ്ങൾക്കുള്ളിൽ ചീപ്പ് എക്സ്പോർട്ടായി കടൽ കടത്തി അയക്കാനും കഴിയും. ഇതിനർത്ഥം വിപണികൾ സാധ്യമായ എല്ലാ ഡിസൈനിന്റെയും വില കുറഞ്ഞ പതിപ്പുകൾ കൊണ്ട് മുങ്ങിപ്പോകുന്നുവെന്നാണ്. കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടാത്തൊരു കണക്കാണെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 6000-ലേറെ ചെറുകിട വസ്ത്രസ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഒറ്റമുറി ഷട്ടർ പീടികയുമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്ന തുണിപ്പീടികകൾ കാണാ കാഴ്ചയാണ്. നാടിന്റെ മൈക്രോ എക്കോണമിയാണ് ഇല്ലാതായത്. ഇതിനൊപ്പം ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ടെക്സ്റ്റൈൽ ഹെറിറ്റേജ് ഉണ്ട്. കേരളത്തിന് ചേന്ദമംഗലവും ബാലരാമപുരം കൈത്തറിയും, തമിഴ്നാടിന് കാഞ്ചീപുരം, ബംഗാളിന് ജാംദാനി, ഗുജറാത്തിന് പട്ടോല. ഇന്ത്യയുടെ ശക്തി എല്ലായ്പ്പോഴും ഇത്തരം ഹാൻഡ്മെയ്ഡ് ഫാബ്രിക്സ്, നാച്ചുറൽ ഡൈസ്, ആർട്ടിസാനൽ ക്രാഫ്റ്റ് എന്നിവയായിരുന്നു. എന്നാൽ ഫാസ്റ്റ് ഫാഷൻ പാരമ്പര്യത്തെ ഹൈ വോളിയം കൊണ്ട് മാറ്റി സ്ഥാപിച്ചു. മുഴുവൻ കരകൗശല ക്ലസ്റ്ററുകളും തകർന്നു. ഒരു നാടകീയമായ സാമ്പത്തിക തകർച്ചയിലല്ല, മറിച്ച് പരമ്പരാഗത തൊഴിലിൽ ഭാവി കാണാതെ അടുത്ത തലമുറ അതിൽ നിന്ന് അകന്നുപോയപ്പോൾ സംഭവിച്ച ഒരു സാവധാനമുള്ള നിശബ്ദമായ ഇറോഷൻ. വലിയ ആഗോള ബ്രാൻഡുകൾ ഒരു മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അപകടകരമായ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു. ഉപഭോക്താക്കൾക്കുള്ള ചോയ്സ് കുറയുകയും കോർപ്പറേറ്റുകൾക്കുള്ള കൺട്രോൾ കൂടുകയും ചെയ്യും. ഫാസ്റ്റ് ഫാഷൻ ഭീമന്മാർ വസ്ത്രങ്ങൾ വിൽക്കുക മാത്രമല്ല, അവർ ഡാറ്റയും ശേഖരിക്കും. ഏത് നിറങ്ങളാണ്, ഏത് സൈസാണ്, ഏത് പാറ്റേൺ ആണ്, ഏത് വിപണികളാണ്, ഏത് ഡിസൈനുകളാണ് വിൽക്കപ്പെടുന്നത്. വേഗതയും ഡാറ്റയും രാജാവാകുമ്പോൾ സർഗാത്മകത മരിക്കുന്നു. പ്രാദേശിക ഫാഷൻ അഭിവൃദ്ധിപ്പെടുന്നത് ക്രിയേറ്റിവിറ്റിയിലാണ്. ഡിസൈനർമാർ പുതിയ കട്ടുകൾ പരീക്ഷിക്കുന്നു, തയ്യൽക്കാർ പരീക്ഷണം നടത്തുന്നു, ബുട്ടീക്കുകൾ തനതായ തുണിത്തരങ്ങൾ കൊണ്ടുവരുന്നു, കരകൗശലക്കാർ കൈകൊണ്ട് നിർമ്മിക്കുന്നു. ഫാസ്റ്റ് ഫാഷന് ക്രിയേറ്റിവിറ്റിക്ക് സമയമില്ല. അതിന്റെ ശ്രദ്ധ വേഗതയിലും കോപ്പിയിങ്ങിലുമാണ്. ക്രിയേറ്റിവിറ്റിക്ക് വേഗതയുമായി മത്സരിക്കാൻ കഴിയില്ല. ഒറിജിനാലിറ്റിക്ക് കുറഞ്ഞ വിലയുമായി പിടിച്ചു നിൽക്കാനാവില്ല. ക്രാഫ്റ്റ്മാൻഷിപ്പിന് ഫാക്ടറികളുമായി മത്സരിക്കാൻ ശേഷിയില്ല. ചെറുകിട ബിസിനസ്സുകൾ തകരുമ്പോൾ അത് സമൂഹത്തിലെമ്പാടും പടരും. മൈക്രോ എക്കോണമിയിൽ സൈക്കിൾ ചെയ്യപ്പെട്ടിരുന്ന പണം കമ്മ്യൂണിറ്റി വിട്ടുപോകുന്നു. യുവാക്കൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. നൈപുണ്യമുള്ള തൊഴിലാളികൾ മറ്റു ജോലികളിലേക്ക് മാറുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ആഗോള ബ്രാൻഡുകളോടുള്ള ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വർദ്ധിക്കുന്നു. ഇനി തൊഴിൽ ചൂഷണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഫാസ്റ്റ് ഫാഷൻ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന ഓരോ വസ്ത്രവും തുന്നുന്നത് സെറ്റ് ഷോപ്പുകളിലാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരേ സമയം തോളോട് തോൾ ചേർന്നിരുന്ന് വായുസഞ്ചാരമില്ലാത്ത, ശരിയായി വെളിച്ചമില്ലാത്ത, പലപ്പോഴും സുരക്ഷാ എക്സിറ്റുകൾ പോലുമില്ലാതെ ജോലി ചെയ്യുന്ന ഇടുങ്ങിയ കെട്ടിടങ്ങളാണ് സ്വെറ്റ് ഷോപ്പുകൾ. ഈ ഫാക്ടറികളെ കമ്പനികൾ ഔദ്യോഗികമായി പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് അവ നരകത്തിലെ മുറികളാണ്. കാരണം അവർക്കത് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മിക്ക രാജ്യങ്ങളിലും തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ കൂലിയാണ്. ഫാസ്റ്റ് ഫാഷൻ വേഗതയെ ഇഷ്ടപ്പെടുന്നു. വേഗതയ്ക്ക് വില കുറഞ്ഞ കൈകളും ആവശ്യമാണ്. ഇത് വ്യാപകമായ ബാലവേലയ്ക്ക് കാരണമാകുന്നു. 10-12 വയസ്സുള്ള കുട്ടികൾ കോട്ടൺ ഫീൽഡിലോ സ്റ്റിച്ചിങ് യൂണിറ്റുകളിലോ പണിയെടുക്കാനെത്തുന്നു. ഫാസ്റ്റ് ഫാഷൻ ഷോപ്പിന്റെ പളവളപ്പിൽ ഒരു ജീൻസോ സീക്കൻ വസ്ത്രമോ വാങ്ങുമ്പോൾ ഒരു ചെറിയ ബീഡ്സ് സ്കൂളിൽ പോകേണ്ടിയിരുന്ന കുട്ടിയുടെ കൈകളിലൂടെ കടന്നു പോയതാകാമെന്നത് നിങ്ങളെ കരയിക്കുന്നില്ലേ? ഫാസ്റ്റ് ഫാഷൻ തൊഴിലാളികളെ മാത്രമല്ല ഉപഭോക്താക്കളെയും ഇരകളാക്കുന്നു.
അത് നമ്മുടെ വ്യക്തിത്വം മാറ്റി എഴുതുന്നു. ഇമ്പൾസ് ബൈയിങ് ആൻഡ് ഓവർ കൺസംഷൻ എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുക. ഫാസ്റ്റ് ഫാഷൻ സ്റ്റോറുകൾ വിഷ്വലി ക്യൂറേറ്റഡ് ആയതും വില കുറഞ്ഞതും ആക്രമണോത്സുകമായി മാർക്കറ്റ് ചെയ്യുന്നതുമായ വസ്ത്രങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഈ കോമ്പിനേഷൻ ഇമ്പൾസ് പർച്ചേസുകൾക്ക് കാരണമാകും. തങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൂട്ടും. കാരണം ഇതിന് വില കുറവാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡാണ്. നീ ഇട്ടിരിക്കുന്ന വസ്ത്രം പഴയതാണ്, ആ ഫാഷൻ പോയി എന്ന് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ബ്രാൻഡുകൾ നിരന്തരം ട്രെൻഡുകൾ പുതുക്കുന്നു. ഓരോ ആഴ്ചയും പുറത്തിറങ്ങുന്ന പുതിയ സ്റ്റൈലിൽ നിങ്ങൾ ഇൻക്ലൂസീവ് ആയിരിക്കണമെന്ന് അവർ ആവർത്തിച്ച് മാർക്കറ്റ് ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി മരിക്കുകയാണ്. ഫാസ്റ്റ് ഫാഷൻ കമ്പനികളിലെ ഡിസൈനർമാർ പരമ്പരാഗത കലാകാരന്മാരെ പോലെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. അവർ കോപ്പിയടിക്കുകയും റീമിക്സ് ചെയ്യുകയും റൺവേ ലുക്കുകളുടെ കസ്റ്റം പതിപ്പുകൾ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാം ഒരുപോലെ തോന്നും. വസ്ത്രങ്ങൾ മനഃപൂർവ്വം നിലവാരം കുറഞ്ഞവയായി നിർമ്മിക്കപ്പെടുന്നു. അവ കൂടുതൽ കാലം നിലനിൽക്കില്ല. കീറുമ്പോഴോ മങ്ങുമ്പോഴോ രൂപം നഷ്ടപ്പെടുമ്പോഴോ ഉപഭോക്താവ് വീണ്ടും വാങ്ങാൻ നിർബന്ധിതനാകുന്നു. ഇത് തുടർച്ചയായ ഉപഭോഗത്തെ ഊർജ്ജസ്വലമാക്കുന്നു. കുറച്ചലക്കുകൾക്ക് ശേഷം നാരുകൾ ദുർബലമായതിനാൽ വസ്ത്രം പഴയതുപോലെ കാണപ്പെടും. ഇതൊരു അപകടമല്ല, ബിസിനസ് മോഡലാണ്. ഫാസ്റ്റ് ഫാഷന്റെ ബിസിനസ് മോഡൽ വസ്ത്രം കഴുകിയിടാനുള്ളതാണ്. മുഷിയുമ്പോഴെല്ലാം കഴുകി വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ്. സൂചിയും നൂലും കൊണ്ട് റിപ്പയർ ചെയ്ത് പിന്നെയും ഉപയോഗിക്കാനുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ മക്കൾക്ക് കൈമാറാൻ പോലുമുള്ളതാണ്. ആ ട്രെൻഡിലേക്ക് ജെൻസിയോ പിറകെ വരുന്ന ജെൻ ആൽഫയോ മാറുമെന്ന് കരുതുന്നത് അസാധ്യവുമാണ്. എന്നാൽ ബോധവൽക്കരണവും കൃത്യമായ റെഗുലേഷനും ആവശ്യമുണ്ട്. വേഗത കൂടുതലുള്ള ഒന്നും നിലനിന്നിട്ടില്ല. ഇനിയൊരു വസ്ത്രം ഉപേക്ഷിക്കുമ്പോൾ അല്പം വീണ്ടും വിചാരമാകാം. അഴുകാൻ വിസമ്മതിക്കുന്ന മാലിന്യമലകൾ പ്രതിരോധിക്കാം.